ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഓണം വരുമല്ലേ. അപ്പം ഈ മഹാമാരിയുടെ കാലത്ത് ഓണം ആഘോഷിക്കാനൊന്നും ആർക്കും മനസ്സൊന്നും ഉണ്ടാവില്ല പണ്ടത്തെ പോലെ. എന്നാലും നമ്മുടെ കുട്ടികളുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി എന്തായാലും നമ്മൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് ആഘോഷിക്കുമല്ലോ. അപ്പം അങ്ങനെ ഞാൻ ഓണത്തിന് സാധാരണ വെക്കുന്ന 2 കറികളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതിന് മുമ്പ് ഞാൻ അത് വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നാലും കാണാത്തവർക്ക് വേണ്ടിയാണ്. ഒരു ബീറ്റ്റൂട്ട് പച്ചടിയും പാവയ്ക്ക കിച്ചടിയും. അപ്പോൾ ബീറ്റ്റൂട്ട് പച്ചടി മിക്കവരും എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. പാവയ്ക്ക കിച്ചടി ഓണത്തിനൊക്കെ ഉണ്ടാക്കുമെന്ന് അറിയില്ല സാധാരണ, പക്ഷെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് ആദ്യം പാവയ്ക്ക കിച്ചടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അതിനായിട്ട് ഞാൻ ഒരു ചെറിയ പാവയ്ക്ക എടുത്ത് ഒരു മീഡിയം സൈസ് പാവയ്ക്ക നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര സ്പൂൺ ജീരകം, ഒരു 2 പച്ചമുളക് എന്നിവയിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കും. തേങ്ങയും ജീരകമൊക്കെ നന്നായി അരച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1/4 സ്പൂൺ കടുകും കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ പാവയ്ക്ക കിച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അതിനായിട്ട് ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള നാടൻ കറികൾ വെക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കടുക് പൊട്ടിക്കുകയാണ്. കടുക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില എന്നിവയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ചൂടാക്കും. അപ്പോൾ നമ്മുടെ അരപ്പിലേക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ഇത് നമ്മൾ ഒരു തൊടുകറിയായിട്ടാണല്ലോ നമ്മുടെ ഇലയിൽ വിളമ്പുന്നത്. അപ്പോൾ അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പം നമ്മുടെ പാവയ്ക്ക അരപ്പിൻ്റെ മിശ്രിതം അവിടെ നിന്ന് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് 1 കപ്പ് തൈര് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക കൂട്ട് തണുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് തൈര് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാവയ്ക്ക കിച്ചടി. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഒരു ബീറ്റ്റൂട്ട് എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടാൽ നമ്മുടെ പച്ചടിക്ക് നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ബീറ്റ്റൂട്ട് അവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ടിയുള്ള അരപ്പ് റെഡിയാക്കാം. അരപ്പിന് വേണ്ടി ഞാനൊരു 5 സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ജീരകം, 2 ചെറിയ ഉള്ളി എന്നിവ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മഷി പോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ കടുകും കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ അരപ്പെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബീറ്റ്റൂട്ട് വെന്തതിന് ശേഷം നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. നോക്കിയാൽ നമ്മുടെ പച്ചടിക്ക് നല്ലൊരു കളറുണ്ട്. നമ്മൾ പച്ചടി വെക്കാൻ ബീറ്റ്റൂട്ട് നോക്കിയെടുക്കുമ്പോൾ നല്ല കളറുള്ളത് നോക്കിയെടുത്താൽ ഇതുപോലെ നല്ല ഭംഗിയുണ്ടാവും കാണാൻ പച്ചടി. ഇപ്പം നമ്മൾ ഇലയിലൊക്കെ ഒഴിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇപ്പം നമ്മുടെ പച്ചടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചടി പൂർണ്ണമായിട്ടില്ല. ഇതിലേക്ക് ഇനി നമ്മൾ തൈരും കൂടി ഒഴിച്ചാലേ നമുക്ക് പച്ചടി എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ഈ കൂട്ടൊന്ന് തണുത്തിട്ട് വേണം നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പം നമ്മുടെ കൂട്ടൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ തൈര് കട്ട പിടിച്ചതുപോലെ അവിടെ ഇവിടെ ആയിട്ട് കിടക്കും. അപ്പോൾ പച്ചടി കാണാൻ ഒരു സുഖം ഉണ്ടാവില്ല, കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല.
അപ്പോൾ ഇതിന് നമുക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം, ചെക്ക് ചെയ്യണം. അതുപോലെ പുളി കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പും പുളിയെല്ലാം കറക്റ്റ് പാകത്തിനാണ്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കടുക് വറുത്തിടാം. അതിനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാം. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പില ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആയിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. ഇന്ന് കാണിച്ച 2 വിഭവങ്ങളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അപ്പം ബീറ്റ്റൂട്ട് പച്ചടി സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. പവയ്ക്ക കിച്ചടി അങ്ങനെ ഞാൻ ഒരുപാട് പേര് ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ തവണ ഓണത്തിന്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബായ്.